നോമ്പ് തുറക്കാനാകുമ്പോഴേക്കും ഫുഡൊക്കെ റെഡിയാക്കി വെക്കണം. അതുകൊണ്ട് കിച്ചണിലേക്ക് എത്തിയാൽ ഒരു ജഗ പുക പരിപാടി തന്നെ കേട്ടോ. ഇന്ന് അറബിക് മസാല ഉപയോഗിച്ചുള്ള ചിക്കൻ പുലാവാട്ടോ ഉണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അങ്ങനെ ഒരു 3 സവാള എടുത്ത് കുനുകുനാന്ന് കട്ട് ചെയ്ത് വെച്ച്, പിന്നെ വലിയൊരു തക്കാളിയും കട്ട് ചെയ്ത്, അത് കഴിഞ്ഞ് കുറച്ച് മല്ലിച്ചപ്പും കട്ട് ചെയ്ത് വെച്ച്, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും മിക്സിയിൽ ഒന്ന് ചതച്ച് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച്, ഇനി അടുത്ത പണി ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് 3-4 വട്ടം നല്ലോണം കഴുകി റെഡിയാക്കി എടുത്ത്, അങ്ങനെ ഒരു പാത്രത്തിലേക്ക് 1.5 സ്പൂൺ തൈര്, കുറച്ച് അറബിക് മസാലയും കുരുമുളക് പൊടി ഇട്ട് എടുത്തിട്ട് പാകത്തിൽ ഉപ്പിട്ട് കൈകൊണ്ട് നല്ലോണം കുഴച്ച് റെഡിയാക്കി എടുത്ത്, എന്നിട്ട് ചിക്കൻ മൊത്തമായിട്ട് അതിലേക്ക് ഒന്നുകൂടി കുഴച്ച് റെഡിയാക്കിയിട്ട് അവിടെ മൂടി വെച്ച് റെസ്റ്റിന് വെച്ച്, എന്നിട്ട് 5 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്ത് നല്ലോണം കഴുകിയിട്ട് അരി ഒന്ന് പൊതിരാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ച്, എന്നിട്ട് ബിരിയാണി പോട്ടിലേക്ക് ആവശ്യത്തിന് ഓയിലും കുറച്ച് നെയ്യും ഒഴിച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ച സവാളയിട്ട് കുറച്ച് സ്പൈസസ് ഇട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്ത്, എന്നിട്ട് സവാള ബ്രൗൺ കളറായി വന്നപ്പോൾ മസാല പെരട്ടി വെച്ച ചിക്കൻ മൊത്തമായിട്ട് അതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് അവിടെ മൂടി വെച്ച്, എന്നിട്ട് തക്കാളിയും അതിലേക്ക് ഇട്ട് കുറച്ച് അറബിക് മസാലയും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചിട്ട് കഴുകി വെച്ച റൈസ് മൊത്തമായിട്ട് അതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് മല്ലിച്ചപ്പും ഒരു 4 പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നാരങ്ങനീരും ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ അങ്ങനെ വേവിച്ചെടുക്കുക. അവസാനം ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ആവി പോവാത്ത വിധം 20 മിനിറ്റ് അവിടെ മൂടി വെക്കുക. അപ്പോഴേക്കും മുനീർ വന്ന് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയിരിക്കുന്നു. കണ്ണൂർ സ്പെഷ്യൽ എന്തോ ജ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞ തന്നെ കേട്ടോ ജ്യൂസ് ഉണ്ടാക്കുന്നത്. കട്ട് ഐസിലേക്ക് കുറച്ച് സ്ട്രോബെറിയും തണുപ്പിച്ച പാലും ഒഴിച്ച് പാകത്തിൽ പഞ്ചസാര ഇട്ട് മിക്സിയിട്ട് നല്ലോണം അടിച്ചെടുത്ത്, പിന്നെ ബാങ്ക് കൊടുക്കാൻ കട്ട വെയിറ്റിംഗ് ആട്ടോ. അങ്ങനെ ബാങ്ക് കൊടുത്ത് നോമ്പൊക്കെ തുറന്ന് പിന്നെ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് വെച്ച് കുടിച്ച് നോക്കിയപ്പോൾ സംഭവം അടിപൊളിയാട്ടോ. പിന്നെ 4 ആളെയും കൈ പ്ലേറ്റിലേക്ക് 2-3 വട്ടം വെച്ചപ്പോൾ പ്ലേറ്റിൽ വെച്ച ഫ്രൂട്ട്സ് ഒക്കെ തീർന്ന്. അങ്ങനെ ഇന്നത്തെ നോമ്പ് തുറ ഉഷാറായി. അങ്ങനെ പോയി നിസ്കരിച്ചൊക്കെ വന്ന് ചെമ്പിന്റെ മൂടിയൊക്കെ തന്ന് റൈസൊക്കെ ഇളക്കി റെഡിയാക്കി എടുത്ത് മേശമ കൊണ്ടുപോയി വെച്ച് ഫൈസൽക്ക എല്ലാവർക്കും വിളമ്പി തന്ന് കഴിച്ചു നോക്കിയപ്പോൾ സംഭവം അടിപൊളി ട്ടോ. മസ്റ്റ് ട്രൈ ആട്ടോ ഈ ചിക്കൻ പുലാവ്. അങ്ങനെ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ അടിപൊളി. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.